PRP ചികിത്സ എന്ന് പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് PRP ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയമാണ് നമുക്ക് സാധാരണയായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ തന്നെ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പുതിയ സ്റ്റഡീസ് പറയുന്നത് 6 മാസം തൊട്ട് 12 മാസത്തിലാണ് അതിൻ്റെ എഫക്റ്റ് മാക്സിമം ആയിട്ട് കാണുന്നതെന്നാണ് പറയുന്നത്. 2 ചികിത്സയുള്ളത്, ഒന്ന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, പിന്നെ ഒരു ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുണ്ട്. പക്ഷേ ചില ആൾക്കാരിൽ ഫസ്റ്റ് ഇഞ്ചക്ഷനിൽ തന്നെ നല്ല റിസൾട്ട് കാണാം. ഒരു മുട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 6 ml ആണ്. 2 മുട്ടും ചെയ്യുകയാണെങ്കിൽ ഒരു 12 ml ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30 ml ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 12 ml PRP ചെയ്യാൻ പറ്റും. ഈ മുട്ടിന് വരുന്നതിന് മുന്നേ മുടിക്കൊഴിച്ചിലിനാണ് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരാഴ്ച കാലാനക്കാതെ വയ്ക്കുന്നു. അങ്ങനെയില്ല, നമ്മുടെ ഡെയിലി റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഡോക്ടറെ, ഈ PRP ട്രീറ്റ്മെന്റ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? PRP ചികിത്സ എന്ന് പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മുടെ ബോഡിയിൽ തന്നെ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് പ്രോസസ്സ് ചെയ്തിട്ടാണ് PRP ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് PRP ചികിത്സയ്ക്ക്. അപ്പോൾ ശരിക്കും ഈ പ്രൊസീജിയർ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ആണോ? ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സാധാരണയായിട്ട് നമ്മൾ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യം തന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഈ തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ്റെ ടെസ്റ്റ് ഡോസ് എടുക്കാമെന്ന് പറയും. ആ ടെസ്റ്റ് ഡോസ് നമ്മൾ എടുക്കും. ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം ഈ തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് PRP ചെയ്യുന്നത്. പൊതുവെ ആർക്കും വേദന ഉണ്ടാവാറില്ല. PRP ട്രീറ്റ്മെന്റ് ഏത് സ്റ്റേജിലെ മുട്ട് തേയ്മാനത്തിനാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്? ഇപ്പോൾ മുട്ട് തേയ്മാനം പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് ടൈപ്പിലാണ് പേഷ്യൻസിന് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്? സാധാരണയായിട്ട് മുട്ട് തേയ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജാണ് ഉള്ളത്. അതിന് 1, 2, 3, 4 എന്നുള്ള 4 സ്റ്റേജിലാണ് പറയുക. അപ്പോൾ ഇതിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള മുട്ട്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട് തേയ്മാനത്തിന് തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞ തുടക്കത്തിൽ ചെറിയൊരു തേയ്മാനം പോലെ എക്സ്റേയിൽ നോക്കുമ്പോൾ ചെറിയൊരു മുള്ളു പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇനി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോയിന്റ് സ്പേസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എല്ലും തമ്മിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കുറയും. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അടഞ്ഞു പോകും. അപ്പം ഇങ്ങനെയാണ് മുട്ട് തേയ്മാനത്തിൻ്റെ ആ സ്റ്റേജ്. അപ്പം ഈ സ്റ്റേജിൽ ഈ PRP ചികിത്സ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ സ്റ്റേജ് 3ാമത്തെ സ്റ്റേജാണ്. 4ാമത്തെ സ്റ്റേജിലോട്ട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജോയിന്റ് മൊത്തം ഇടിഞ്ഞു പോകും. അപ്പോൾ ഇടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഓപ്പറേഷൻ കൊണ്ട് ശരിയാവാറുള്ളൂ. PRP ട്രീറ്റ്മെന്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, അപ്പോൾ മുട്ടിന് കുറച്ച് വേദനയൊക്കെ കുറവുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എപ്പോഴാണ്, അടുത്ത സെറ്റിംഗ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? പിന്നെ ഇത് എത്ര സമയം എടുക്കും ഈ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്? ഇന്ന് ചെയ്യുകയാണെങ്കിൽ 2 മാസം 6 മാസം, ഒരു 6 മാസത്തിൽ നമുക്കൊരു നല്ല റിസൾട്ട് കാണാറുണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ ഫസ്റ്റ് ഇഞ്ചക്ഷനിൽ തന്നെ നല്ല റിസൾട്ട് കാണാറുണ്ട്. മുട്ട് തേയ്മാനത്തിന് PRP അല്ലാണ്ട് നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേറെ ഏതൊക്കെയുണ്ട്? നോൺ സർജിക്കലായിട്ട് പിന്നെ പറയുന്ന മെയിനായിട്ടും 2 ചികിത്സയുള്ളത്, ഒന്ന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, പിന്നെ ഒരു ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുണ്ട്. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അപ്പം തന്നെ വേദന കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ്റെ ഒരു കുഴപ്പം, അതിന് ഷുഗറുള്ള ആൾക്കാരിൽ അധികം കൊടുക്കാൻ പാടില്ല, കാരണം ഷുഗർ കൂടുതലായിട്ട് കൂടും. ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് വെച്ചാൽ, ഹൈലറോണിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ലൂബ്രിക്കൻ്റ് കുറയുമ്പോഴുള്ള അവസ്ഥയിലാണ് ഹൈലറോണിക് ആസിഡ് കൂടുതൽ അഡ്വൈസ് ചെയ്യുക. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രേഡ് 2 2ാമത്തെ സ്റ്റേജിൽ ഒട്ടും അങ്ങനെ ഈ നീർക്കെട്ടില്ലാത്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് അത് നന്നായിട്ട് തോന്നാറുള്ളത്. എന്നാൽ കുറച്ച് നീർക്കെട്ടുള്ള ആൾക്കാരിൽ ഹൈലറോണിക് ആസിഡ് അത്രയും അഡ്വൈസബിൾ അല്ല. ഈ PRP ട്രീറ്റ്മെന്റ് എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റും? ഇപ്പം മുട്ടുവേദനയുള്ള പേഷ്യന്റ്, ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് ആണ്, അപ്പൊ അവർ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാണ് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർക്ക് ചെയ്യാം, കാരണം നമ്മുടെ ബ്ലഡ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതൊരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഭയങ്കര റിസ്ക് ഉള്ള ആൾക്കാരിൽ നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ പാരാമീറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കും. അല്ലാത്ത കേസുകളിലൊക്കെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മുട്ട് തേയ്മാനത്തിനല്ലാണ്ട് ഈ PRP വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്? ഈ മുട്ടിന് വരുന്നതിന് മുന്നേ മുടിക്കൊഴിച്ചിലിനാണ് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവാണ്. പിന്നെ എല്ലിൽ തന്നെ നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ടെന്നീസ് എൽബോ എന്ന് പറയും. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ ഇവിടെയുള്ള വേദന, അതിന് നല്ല യൂസ്ഫുള്ളാണത്.
അതുപോലെ തന്നെ പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റി വേദനയ്ക്കും PRP ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ എക്സ്പീരിയൻസിൽ സാധാരണയായിട്ട് ഉപ്പൂറ്റി വേദന, പിന്നെ ഈ ടെന്നീസ് എൽബോ, പിന്നെ തേയ്മാനം, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ അക്ലീസ് ടെൻഡൻ എന്ന് പറയും, അതിൻ്റെ കൂടുതൽ നടക്കുന്ന ആൾക്കാർക്കുള്ള വേദന വരുന്നൊരു സംഗതിയുണ്ട്. അതിനും നല്ല എഫക്റ്റീവാണ് PRP ചികിത്സ. എത്ര സമയം എടുക്കും ഈ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്? ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യും. ഏകദേശം 1 മണിക്കൂർ സമയമാണ് നമുക്ക് സാധാരണയായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടത്. ആ ഒരു സമയമേ ഉള്ളൂ, അതിൻ്റെ സമയം ഡിലേ ഉള്ളൂ. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നു. പിന്നെ റെസ്റ്റ് ഞാൻ പൊതുവേ പറയാറില്ല. നമുക്ക് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ പൊതുവേ നമ്മുടെ ഈ മുട്ടുതേയ്മാനമുള്ള ആൾക്കാരിൽ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, പിന്നെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം മുട്ട് മടക്കി യാത്ര ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഇതിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഈ PRPക്കും ബാധകമാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരാഴ്ച കാലനക്കാതെ വയ്ക്കണോ? അങ്ങനെയില്ല. നമ്മുടെ ഡെയിലി റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും.